തോറ്റോലും മിണ്ടാണ്ടിരിക്കണം. ഓക്കെ. ഒസോസിന മാഡ്രിഡിനെ ഉറക്കി. ഇന്നലെ ഒരു 39 വയസ്സുള്ള പുള്ളിയാണ് 89-ാം മിനിറ്റിൽ ഗോൾ ഇട്ടത്. അതിന് മുന്നേ ഒരു പെനാൽറ്റി ഗോൾ വന്നു. പക്ഷെ വിനീഷ്യസിന്റെ ഒരു നല്ല ഗോൾ വന്നായിരുന്നു. അല്ല, ഒസാസുനോട് തോറ്റെങ്കിൽ അവിടെ മാഡ്രിഡ് ഈസ് നോട്ട് ഫിറ്റ്. ആക്ച്വലി മാഡ്രിഡ് ടീം ഇപ്പോഴും ഫിറ്റ് അല്ലാന്ന് മനസ്സിലായില്ലേ. പിന്നെ വേറൊരു കാര്യം മാഡ്രിഡ് ഫാൻസിനോട് എനിക്ക് പറയാനുള്ളത്, കോപ്പ ഡെൽ റേയിൽ ഞങ്ങൾ ഈ ഒന്നും വിചാരിക്കാത്തൊരു കംബാക്ക് അടിക്കും. അത്ലറ്റിക്കോ മാഡ്രിഡിന് ഞങ്ങൾ 1-2 ഗോളിനല്ല 5 ഗോളിന് അടിക്കും. അത് March 4 മത്സരം. കാരണം ഈ ഒന്നും കോപ്പ ഡെൽ റേ ക്വാർട്ടർ പോലും കളിച്ചില്ല. അതുകൊണ്ട് ഈ ഒന്നും കൊണക്കണ്ട, ഉണ്ടാണ്ടിരിക്കുക, കേട്ടാ മതി. പിന്നെ അടുത്ത കാര്യം എന്താന്ന് വെച്ചാല് UCL അടുത്ത മാച്ച് ബെനിഫിക്കായിട്ടാണ്. ഈ ജേഴ്സി ഉണ്ടല്ലോ, ഓറഞ്ച് കളറ്, ആ ലഡു ഒഴിവാക്കണ്ട, അതടന്നോട്ടെ, ആവശ്യം വരും. മോർണിംഗ് ഞങ്ങൾ ഉറക്കും 26-ാം തീയതി. ഓക്കെ. പിന്നെ ഇന്നത്തെ കളി ബാർസ ജയിക്കും, ടേബിൾ ടോപ്പ് ആവും. റൊണാൾഡോന്റെ കാര്യം ഞാൻ പറഞ്ഞോളാം. 500 ഗോൾ അടിച്ച്, അത്രേ ഉള്ളൂ. 30 വയസ്സിന് ശേഷം 500 ഗോൾ അടിച്ച്, അത്രല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞില്ലേ, 36 ഗോളും കൂടി മതി. 36 ഗോൾ മതി 1000 ഗോളിന്. പിന്നെ നല്ല സിറ്റി ജയിച്ച്, ബെനിഫിക്ക ജയിച്ച്, ആരൊക്കെ ജയിച്ച്. സോ ഇത് നിങ്ങൾ ഓർത്ത് വെച്ചോ, ഇന്നത്തെ കളി ബാർസ ജയിക്കും ചെയ്യും, ലാലിഗയിൽ ടേബിൾ ടോപ്പ് ആവും ചെയ്യും. അടുത്ത അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടുള്ള March 4 മത്സരം, അതും ഞങ്ങൾ ജയിച്ച്, അത് ഞങ്ങൾ ജയിക്കില്ല, അത് ഞങ്ങളൊരു കിടിലൻ കംബാക്ക് അടിക്കും. മനസ്സിലായില്ലേ? ആ കംബാക്ക് അടിക്കും ചെയ്യും. ബെനിഫിക്ക നിങ്ങളെ ഗ്രൗണ്ടിൽ നിന്ന് നിങ്ങളെ തോൽപ്പിക്കും ചെയ്യും. സാന്റിയാഗോ ബെർണാബിൾ തോൽപ്പിക്കും ചെയ്യും. അതോടുകൂടി UCL നിങ്ങൾക്ക് കിട്ടൂല. ലാലിഗ നിങ്ങൾക്ക് ഒരു സ്വപ്നം മാത്രമായി മാറും. 1-2 ഗോൾ ജയിച്ചതല്ല. ഞങ്ങൾ തോറ്റോലും മിണ്ടാണ്ടിരിക്കണം. ഓക്കെ. ഞാൻ തോറ്റപ്പോ ഞാൻ മിണ്ടാണ്ട് നിന്നില്ലേ, അതുപോലെ മിണ്ടാണ്ട് തോറ്റോലും മിണ്ടാണ്ടിരിക്കുക. ഇത് മാഡ്രിഡ് ഫാൻസോടാ. ഓടാ.